ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യനെ വൃക്ഷത്തോട് ഉപമിക്കുന്നത് നാം കാണുന്നു. അവിടെ 45-ാം വാക്യത്തിൽ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. നല്ല മനുഷ്യനെ നല്ല വൃക്ഷത്തോട് ഉപമിക്കുന്നതായി നാം കാണുന്നു. നല്ല വൃക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം, ജീവനുള്ള വൃക്ഷത്തെയാണ് നല്ല വൃക്ഷം എന്ന് പറയുന്നത്. വചനത്തിലൂടെ നാം പോകുമ്പോൾ നാം കാണുന്നു, മനുഷ്യനെല്ലാം പാപം ചെയ്തു പോയി, എല്ലാവരും ഒന്നടക്കം തെറ്റുപറ്റിയിരിക്കുന്നു. പക്ഷേ അവർക്ക് വീണ്ടും ജീവൻ കൊടുക്കാനായി, ഇരുണ്ടുപോയ അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും വെളിച്ചം കൊടുക്കാനായിട്ട് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നു. ഈശോയുടെ വാക്ക് പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാക്കുവാനും അത് സമൃദ്ധമായി ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവനുള്ള വൃക്ഷമായി മാറുന്നു. എന്നിട്ട് ദൈവവചനം കേട്ട് തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ ഹൃദയ നിക്ഷേപത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും നല്ല വൃക്ഷങ്ങളായി, നല്ല ഫലങ്ങളായി പ്രവൃത്തികൾ പുറത്തേക്ക് വരുന്നു. നാം പലപ്പോഴും നമ്മളുടെ പുറമേയുള്ള പ്രവൃത്തികളിൽ അസ്വസ്ഥപ്പെടാറുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ തെറ്റിപ്പോകുന്നു എന്ന് നാം വിഷമിക്കാറുണ്ട്. നമ്മുടെ വാക്കുകൾ തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കാറുണ്ട്. പ്രിയരെ, നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിക്ഷേപത്തിലേക്കാണ്. നമ്മുടെ ഹൃദയ നിക്ഷേപത്തിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും. നല്ല ഫലങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഹൃദയത്തെ നല്ല ചിന്തകൾ കൊണ്ട്, ദൈവികമായ ചിന്തകൾ കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം വചനം വായിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൽ നിന്ന് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.